ഫലസ്തീനിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയിൽ നിന്ന്, കൊടിയ പീഡനങ്ങളിൽ നിന്ന് ആ ഫലസ്തീൻ മക്കളെ രക്ഷിക്കുവാൻ വാജാടോപ്പം നടത്തുന്ന ഒരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല. ആ രാജ്യത്തെ സഹായിക്കുവാൻ, ഫലസ്തീൻ മക്കളെ സഹായിക്കുവാൻ എന്നും കൂടെ നിൽക്കുന്നത് സൗദി അറേബ്യയാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്ത കാര്യം? ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മുന്നിൽ നിൽക്കുന്നത് സൗദി അറേബ്യയാണ്. അവർ ലോകത്തോട് ഒരു പ്രശ്ന ഫോർമുല മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. രണ്ട് രാഷ്ട്രങ്ങൾ, ദ്വിരാഷ്ട്രം എന്നുള്ള ഒരു സംവിധാനം മാത്രമേ ഇനി ലോകത്ത് വിലപ്പോവുകയുള്ളൂ. രണ്ടു രാജ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് ഖുദ്സിനെ 1969 അതിർത്തിക്കനുസരിച്ചുകൊണ്ട് പുനർനിർണയിച്ചുകൊണ്ട് രണ്ട് രാജ്യമാക്കിക്കൊണ്ട് മാത്രമേ ഫലസ്തീൻ എന്ന രാജ്യം ഇനി ലോകത്തുണ്ടാവുകയുള്ളൂ എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രഖ്യാപിക്കുവാനും ആശയത്തിലേക്ക് ലോകത്തെ കൊണ്ടുവരുവാനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. ഞാൻ പറയുന്നത് ലോക സമാധാനത്തിന്റെ കേന്ദ്രമായിക്കൊണ്ട് ആ രാജ്യം മാറിയതിന് പിന്നിൽ അവിടുത്തെ പണമോ പെട്രോളോ അവിടുത്തെ കച്ചവടമോ അല്ലെങ്കിൽ അറബികളുടെ പവറോ, തൗഹീദിന്റെ പവറാണ് അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ചിന്ന ഭിന്നമായി കിടന്ന രാഷ്ട്രങ്ങളെ ഒന്നിച്ചത് തൗഹീദി ആദർശമാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്.